ഇന്ന് നമ്മോടൊപ്പം സ്റ്റെതസ്കോപ്പും സംഗീതവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു അതുല്യ വ്യക്തിത്വം ഡോക്ടർ റഷീദ് പട്ടത്ത്. ഡോക്ടറിനെ നിറഞ്ഞ സ്നേഹത്തോടെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ. നമസ്കാരം. നല്ല വാക്കുകൾക്ക് നന്ദി രശ്മി. താങ്ക് യു ഡോക്ടർ. ഓപ്പറേഷൻ തിയേറ്റർ, ICU ഇങ്ങനെയുള്ള മേഖലയിൽ അതോടൊപ്പം തന്നെ സ്മരണാഞ്ജലി പോലുള്ള ഷോകൾ ചെയ്യുന്ന ഡോക്ടർ, ഈ രണ്ടും എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. രശ്മിക്ക് അറിയാലോ, എൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും എൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റിയും സബ് സ്പെഷ്യാലിറ്റിയും മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഫീൽഡാണ്. അതായത് ഓപ്പറേറ്റിംഗ് തിയേറ്ററിലും ICUയിലും ഓരോ നിമിഷത്തിലും ഇങ്ങനെ പേഷ്യൻ്റെ രക്തസമ്മർദ്ദം കൂടാം, രക്തസമ്മർദ്ദം കുറയാം, ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടാം കുറയാം, ഹൃദയത്തിൻ്റെ താളം തെറ്റാം, ഹൃദയം നിൽക്കാം. നമ്മൾ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ പെട്ടെന്ന് CPR ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോ നിമിഷത്തിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. ഓരോ നിമിഷത്തിലും ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടക്കുകയാണ്. അതായത് ഹൃദയത്തിൻ്റെ മിടിപ്പ് കുറയുന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വല്ലാതെ കൂടുന്നതും നല്ലതല്ല. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ ഇങ്ങനെ മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വെന്റിലേറ്ററി മാനേജ്മെൻറ്റ്, ഹീമോഡൈനാമിക് മാനേജ്മെൻറ്റ് എന്ന് പറയും, പ്രഷേഴ്സൊക്കെ ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്ത് ഓപ്റ്റിമൈസ് ചെയ്ത് വയ്ക്കുക. അപ്പം ഒരുപാട് സ്ട്രെസ്സുള്ള ഒരു ഫീൽഡാണ് ശരിക്കും. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് എൻ്റെ മുഖത്ത് പോലും കാണാൻ പാടില്ല. കാരണം ആസ് എ ലീഡർ ആൻഡ് ആസ് എ ഡോക്ടർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ്, എൻ്റെ ജൂനിയേഴ്സ്, പിന്നെ കാർഡിയാക് സർജൻസ്, നേഴ്സസ്, ടെക്നീഷ്യൻസ്, ഇവരെല്ലാവരെയും സ്ട്രെസ് ഫ്രീ ആക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജോലി കൂടെയാണ്. പേഷ്യൻറ്റിനെ മാനേജ് ചെയ്യൽ മാത്രമല്ല, ദ ഹോൾ ടീമിനെ സ്ട്രെസ് ഫ്രീ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും റിലാക്സ്ഡ് ആവണം. ഇത്രയും സ്ട്രെസ് ഉണ്ടാവുമ്പോൾ റിലാക്സ്ഡ് ആവണം എന്നൊന്നുമില്ല, പക്ഷെ ഒരു റിലാക്സ്ഡ് ഒരു ലുക്ക് എൻ്റെ മുഖത്ത് ഉണ്ടാവണം. അപ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ആർജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഓവർ എ പീരിയഡ് ഓഫ് മെനി ഇയേഴ്സ് നമ്മൾക്ക് കിട്ടുന്നൊരിതാണ്. അപ്പം അങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പ്രഷർ കുക്കർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത്, അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് പാട്ട്, സിനിമ, പുസ്തകം വായിക്കുക, ഫുട്ബോൾ. ഇത് നാലുമാണ് എൻ്റെ. പിന്നെ ഓഫ് കോഴ്സ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ട്, അതിനെ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പം പാട്ട് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ശരിക്കും ഹോസ്പിറ്റലിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴുമാണ്. അപ്പോൾ ആ സമയത്ത് ഞാനങ്ങനെ റേഡിയോന്ന് കിട്ടുന്ന പാട്ടുകളൊന്നും അധികം കേൾക്കില്ല. കാരണം അപ്പം അവർ തരുന്ന പാട്ടുകൾ നമ്മൾ കേൾക്കണം. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത പാട്ടുകളും നമ്മൾ കേൾക്കേണ്ടി വരും. എനിക്ക് അങ്ങനെ എൻ്റെ സമയം കളയാൻ പറ്റില്ല. അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ടുകൾ തന്നെ ഉണ്ട്. അപ്പം അത് എത്ര റിപ്പീറ്റഡ് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇതേപോലെ ദേവരാജൻ മാസ്റ്ററുടെയും അർജുനൻ മാസ്റ്ററുടെയും ഭാസ്കരൻ മാസ്റ്ററുടെ ഒക്കെ പാട്ടുകൾ എത്ര കേട്ടാലും എനിക്ക് മതിയാവില്ല. അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പാട്ടുകൾ കേൾക്കുന്നത്. പിന്നെ സിനിമ, അതിലുമുണ്ട് റിപ്പീറ്റേഷൻ. ഇപ്പോൾ അങ്ങനെ ഇഷ്ടമല്ലാത്തൊരു സിനിമ ചിലപ്പം പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല, പക്ഷേ എൻ്റെ ഫേവറേറ്റ് സിനിമകൾ പിന്നെയും കാണും. അതായത് എനിക്ക് കുറച്ചൊരു റിലാക്സ്ഡ് ആവണം, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് സിനിമകൾ ഞാൻ ഇരുന്ന് കാണും. ഞാൻ ഒരു വടക്കൻ വീരഗാഥ, തനിയാവർത്തനം, അമരം, ബാലുമഹേന്ദ്രയുടെ യാത്ര ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും ഇത്. പിന്നെ പുസ്തകം വായന, അത് ഇടക്കാലത്ത് വെച്ച് ഞാനിങ്ങനെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റൊക്കെ ആയപ്പോൾ എൻ്റെ വായന ഭയങ്കരമായിട്ട് കുറഞ്ഞു. പിന്നെ കോവിഡിന് ശേഷം എനിക്ക് ആ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പൊസിഷനിൽ നിന്നൊന്ന് മാറാനൊരു ചാൻസ് കിട്ടി. അപ്പം ഞാൻ വായന, പാട്ടും എല്ലാം കുറച്ചും കൂടെ, ഇപ്പം സ്മരണാഞ്ജലിയൊക്കെ തുടങ്ങുന്ന അതിന് ശേഷമാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വായനയൊക്കെ തിരിച്ചു വന്നു. ഇപ്പം വളരെ അടുത്ത് ഞാൻ വായിച്ച ഈ ശ്രീനാഥിൻ്റെ പദമ്പ് എനിക്ക് വായിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ, വൺ ഓഫ് ദ മോസ്റ്റ് ബ്രില്യൻ നോവൽസ്, എന്തായാലും വായിക്കണം. അപ്പോൾ വായന ഉണ്ട്, ഇപ്പോൾ വായന തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പുസ്തകങ്ങളൊന്നും പുതിയ വായിക്കാൻ പറ്റില്ല. അവിടെയും ചില പഴയ പുസ്തകങ്ങൾ ഞാനിങ്ങനെ എടുത്തു വായിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പുസ്തകങ്ങളുണ്ട് റിപ്പീറ്റഡ് വായന. ഒന്ന് ഒരു ഇംഗ്ലീഷ് നോവലാണ്,
ഡോക്ടർ AJ ക്രോണിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബേസിക്കലി ഒരു ഫിസീഷ്യനാണ്. പിന്നെ പുള്ളിക്ക് ഒരു ഹെമിപ്ലീജിയ വന്നു ഒരു ലേറ്റ് 30s ഒക്കെ ആയപ്പോൾ. പിന്നെ ഹി ഡിവോട്ടഡ് ഹിസ് എൻ്റയർ ടൈം ഫോർ റൈറ്റിംഗ്. അങ്ങനെ പുള്ളി എഴുതിയിട്ടുള്ള മിക്കവാറും പുസ്തകങ്ങളും മെഡിക്കൽ പ്രൊഫഷൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. പക്ഷേ ഡോക്ടേഴ്സ് ആയിരിക്കും സെൻട്രൽ ക്യാരക്ടർ. പക്ഷെ ഡോക്ടേഴ്സ് സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള അവരുടെ ജസ്റ്റ് മെഡിക്കൽ ഇതല്ല, അവരുടെ പേഴ്സണൽ ഇത് തന്നെ. അപ്പം അതിൽ ഏറ്റവും ബെസ്റ്റ് നോവൽ ഈ ഡോക്ടർ AJ ക്രോണിൻ എഴുതിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് നോവൽ ദ സിറ്റഡൽ എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. ഇത് ഞാൻ ഏറ്റവും ആദ്യം വായിച്ച എൻ്റെ പ്രീ ഡിഗ്രി കാലത്താണ്. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയാലോ 11, 12. അപ്പോൾ അതായത് മെഡിസിന് പോകുന്നതിൻ്റെ മുമ്പ് പ്രോബ്ലി അത് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും മെഡിസിന് പോകാൻ വേണ്ടി. രണ്ടാമത് ഞാനത് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻ്റ് അത് വായിച്ചു. മൂന്നാമത് ഞാനൊരു ജൂനിയർ ഡോക്ടർ ആകുമ്പോൾ വായിച്ചു. പിന്നെ 4, 5, 6 ഇങ്ങനെ സീനിയർ ഡോക്ടർ ആയി ഇങ്ങനെ കൂടുതൽ സീനിയർ ആകുമ്പോഴൊക്കെ വായിച്ചു. ഓരോ പ്രാവശ്യം അത് വായിക്കുമ്പോഴും എനിക്കതൊരു പുതിയ അനുഭവമാണ്. അതായത് നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. ഈ പുസ്തകം ശരിക്കും പറയണമെന്ന് വെച്ചെങ്കിൽ നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന് കേട്ടിട്ടുണ്ടോ രശ്മി? അതായത് ഇംഗ്ലണ്ടിന്റെ ഹെൽത്ത് സിസ്റ്റം, നാഷണൽ ഹെൽത്ത് സർവീസ്, അത് ഇംഗ്ലണ്ടിന്റെ ഒരു പ്രൈഡാണ് അത്, NHS എന്ന് പറയുന്നത്. ആൻഡ് അത് ദാറ്റ് ഹാസ് ഇൻസ്പയർഡ് മെനി ഡെവലപ്ഡ് കൺട്രീസിനെ, അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള വികസ്വര രാഷ്ട്രങ്ങളെയും അവരുടെ ഹെൽത്ത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്പയർ ചെയ്തിട്ടുള്ള നാഷണൽ ഹെൽത്ത് സർവീസാണ്. ഈ നാഷണൽ ഹെൽത്ത് സർവീസിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഇതാണ് ദ സിറ്റഡൽ എന്ന് പറഞ്ഞ നോവല്. 1930s എഴുതിയിട്ടുള്ള ഒരു നോവലാണ്. അതുപോലെ എനിക്കിഷ്ടമുള്ള ഒരുപാട് ഇഷ്ടമുള്ള ഒരു മലയാളം നോവലുണ്ട്. ഓഫ് കോഴ്സ് ഇപ്പം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിൻ്റെ വികൃതികൾ, പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം, ഇതൊക്കെ ഫേവറേറ്റ് നോവൽസാണ്. അതുപോലെ തന്നെ നമ്മളെ ഇനി ഞാൻ ഉറങ്ങട്ടെ, PK ബാലകൃഷ്ണൻ്റെ കർണൻ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ളൊരു നോവൽ, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നോവലാണ്. അപ്പോൾ ഇതാണ് പാട്ട്. ഇനി വേറെ 2 സിനിമകളും കൂടെ ഉണ്ട്. അതായത് ശങ്കരാഭരണം, സാഗര സംഗമം, സ്വർണ്ണകമലം, ഇതൊക്കെയാണ് സിനിമകൾ. അതിൽ ശങ്കരാഭരണം ഓഫ് കോഴ്സ് അത്രയും ഒരു ഗ്രേറ്റ് മൂവിയാണ്. പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതിൽ സാഗര സംഗമം. ഈ കണ്ടിട്ടുണ്ടോ സാഗര സംഗമം എന്ന് പറഞ്ഞ സിനിമ? ഇത് രണ്ടും കാണണം. ഒറിജിനലി തെലുഗാണ്, തെലുങ്ക് തന്നെ കാണണം എന്നാണ് ഞാൻ പറയുന്നത്. എമോഷൻസിന് ഭാഷ ഒന്നുമില്ലല്ലോ, എമോഷൻസ് ആണ് നമുക്ക് അതിൽ കിട്ടുന്നത്. ഭാഷ മനസ്സിലായില്ലെങ്കിലും പ്രശ്നമല്ല. പണ്ട് യൂട്യൂബിൽ അതിൻ്റെ മലയാളം ഡബ്ബിങ് ഉണ്ടായിരുന്നു. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ കണ്ട സിനിമയാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രഷർ റിലീസ് വാൽവുകൾ, ഔട്ട്ലെറ്റ് വാൽവ്. പിന്നെ ഫുട്ബോളും ഉണ്ട്. എനിക്കൊരു ഫുട്ബോളിൽ നമുക്ക് ക്ലബ് ഫുട്ബോളാണ്. അതിൽ FC ബാർസലോണ എന്ന് പറഞ്ഞിട്ടൊരു ഫുട്ബോൾ ടീമുണ്ട്. അതാണ് എൻ്റെ ഫേവറേറ്റ് ടീം. ഞാൻ ആഴ്ചയിൽ അവരുടെ ഒരു കളി ഉണ്ടാവും, അതിരുന്ന് കാണും. ഡോക്ടർ ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഡോക്ടറുടെ ലൈഫിൽ ഒരു പേഷ്യൻറ്റിനെ ശാന്തമാക്കാൻ ഈ സംഗീതം കൊണ്ട് ഉപകരിച്ചിട്ടുണ്ടോ? ഐ മീൻ സംഗീതത്തിലൂടെ. സംഗീതം ഒരുപാട് ഉപകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MD ചെയ്തത് മൈസൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. അതായത് ഓൾ ഇന്ത്യ MD എൻട്രൻസിൽ കിട്ടിയിട്ട്. MD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആ ഹോസ്പിറ്റല്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റലിൽ മരിച്ച് പണിയെടുക്കുക എന്നുള്ളതാണ്. രാവും പകലും ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് അന്ന് ഈ മൈസൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. പക്ഷെ അങ്ങനെ സോഫിസ്റ്റിക്കേറ്റഡ് പുതിയ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ആദ്യമായിട്ടൊരു പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ ഇട്ടത് ഞാനാണ് 1998. അപ്പം അറിയാലോ, അത്രയും ഒരു ടിപ്പിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അന്ന് ഈ കാർഡിയാക് സർജറിയും കാർഡിയാക് സർജിക്കൽ ICUയും എക്സ്പീരിയൻസിനായിട്ട് ഞങ്ങളെ ബാംഗ്ലൂര് ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം, അത് നമ്മുടെ ശ്രീ ചിത്ര പോലെയുള്ള ബാംഗ്ലൂരിലത്തെ സ്ഥാപനം. ഇപ്പം അത് മൈസൂരും വന്നിട്ടുണ്ട്. ഗവൺമെൻറ് ഇതാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇതാണ് ശ്രീ ജയദേവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാർഡിയോളജി എന്ന് പറഞ്ഞത്. അന്ന് ബാംഗ്ലൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം മൈസൂരുണ്ട്. അപ്പോൾ അവിടെ ഒരു 3 മാസത്തെ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഫുൾ ടൈം കാർഡിയാക് സർജിക്കൽ ICU CCUലൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു ഡോക്ടർ ജഗദീഷ് എന്ന് പറഞ്ഞിട്ട് വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഡോക്ടർ ഇത് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഉറങ്ങിക്കിടക്കുന്ന പേഷ്യൻസിനെ ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിൻ്റെ ചെവിയുടെ അടുത്ത് ചെറിയ ഈ ട്രാൻസിസ്റ്റർ പോലെ അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് റെക്കോർഡർ
എടുത്തു വെച്ചിട്ട് ഇങ്ങനെ പാട്ട് കേൾപ്പിക്കും. അന്ന് ഈ കന്നഡയിലെ ഒരു ഭയങ്കര ഒരു ഫേമസ് ഒരു പാട്ടുണ്ട്, SPB പാടിയിട്ടുള്ള പാട്ടാണ്, 1980s പാട്ട്. നൂറൊന്ന് നിനബു ഹെതയാളದಿಂದ ಹಾಡಾಗಿ ಬಂದು ആനന്ദದಿಂದ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഈ ഡോക്ടർ ജഗദീഷ് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ മോണിറ്ററിലോട്ട് നോക്കുമ്പോൾ ഒരു 90-100 ഒക്കെ ഹാർട്ട് റേറ്റ് ഉണ്ടായിരുന്ന പേഷ്യൻ്റെ ഹാർട്ട് ബീറ്റും എല്ലാം കുറഞ്ഞ് 60s-ലോട്ടും 70s-ലോട്ടും പോവുക. ഹാർട്ട് റേറ്റ് എപ്പോഴും കുറയുന്നതാണ് നമ്മൾ കാമാവുക എന്നുള്ള അർത്ഥം. വളരെ കുറയുന്നത് ചിലപ്പോൾ നല്ലതല്ല, പക്ഷെ ഏറ്റവും നല്ല ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിറ്റ്വീൻ 50 to 70 ആണ്. അപ്പോൾ 100-110 ഉള്ള പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേഷ്യൻ്റ് അവെയ്ക്ക് ആവുന്നതാവാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് കാർഡിയാക് സർജറി കഴിഞ്ഞ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വേദന ആയിട്ട് അപ്പോൾ 110-ലോട്ടൊക്കെ പോകും. അപ്പോൾ വേദന എടുത്തിട്ടാവാം, അല്ലെങ്കിൽ അവെയ്ക്ക് ആവണമാവാം. അവെയ്ക്ക് ആവുമ്പോൾ ഈ വെന്റിലേറ്ററിൽ എടുക്കുമ്പോൾ നമ്മുടെ ട്യൂബ് ഉണ്ടാവും. അപ്പോൾ ട്യൂബ് ഇങ്ങനെ ഉള്ളത് അവർക്കൊരു വല്ലാത്ത ഫീലിംഗ് അല്ലേ. അപ്പോൾ അവർ അൺകംഫർട്ടബിൾ ആവുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും, പ്രഷർ കൂടും. അപ്പോൾ ആ സമയത്ത് ഓക്കെ വേദനയാണെന്നുണ്ടെങ്കിൽ വേദന കുറയാനുള്ള മരുന്നും കൊടുക്കും. പക്ഷെ പല സമയത്തും ഈ പാട്ടൊക്കെ ഇതങ്ങോട്ട് കേൾപ്പിക്കുമ്പോൾ 60s-70s-ലൊക്കെ ഹാർട്ട് റേറ്റ് പോകും. ഇതൊരു 97-98 ഞാൻ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഞാൻ 99 to 2003 ഞാൻ എൻ്റെ MDയും സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിഞ്ഞ് ഞാൻ അമൃതയിൽ ജോലി ചെയ്തു തുടങ്ങി. അപ്പോൾ അമൃതയിലെ കാർഡിയാക് സർജിക്കൽ ICUവിൽ ഞാനിത് ചെയ്യാറുണ്ട്. ഞാൻ വെക്കുന്ന പാട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാലോ, ചന്ദ്രകളഭം, ചാർത്തി ഉറങ്ങും തീരെ. അപ്പോൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇതേപോലെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കുറയും, പേഷ്യൻ്റ് ഭയങ്കര കാമാവുന്നതിൻ്റെ ലക്ഷണം. ഇതിൻ്റെ ഓപ്പോസിറ്റും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. 2001-ലൊക്കെയാണെന്ന് തോന്നുന്നു ഈ ചിങ്ങമാസം വന്ന് ചേർന്നാലും പാട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് കൊടുക്കുമ്പോൾ ഹാർട്ട് റേറ്റ് അങ്ങ് കൂടും. അപ്പോൾ അറിയാലോ ഏത് പാട്ടുകളാണ് നമ്മളെ കാം ആൻഡ് ക്വയറ്റ് കംഫർട്ടബിൾ ആക്കുന്നത്, ഏത് പാട്ടുകൾ കേട്ടാണ് നമ്മുടെ അഡ്രിനലിൻ കൂടുന്നതും ഇത് പ്രഷർ കൂടുന്നതും ഹാർട്ട് റേറ്റ് കൂടുന്നതൊക്കെ. അപ്പം അത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ചില ഡോക്ടേഴ്സ്, ഈ അറബ് ഡോക്ടേഴ്സൊക്കെ അതെ മ്യൂസിക് തെറാപ്പി വളരെ ഇതായിട്ടുള്ള പല പേഷ്യൻസിനും ഉപകരിക്കുന്നതാണ്. ഇവിടെ പിന്നെ അറബ് ഡോക്ടേഴ്സ് കുറേ പേര് ഖുർആനൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കണുണ്ട്. ഞാൻ ഇതേപോലെ പാട്ടുകൾ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ചെവിയിൽ കേൾപ്പിക്കും. ഡോക്ടർ, ഈ സ്മരണാഞ്ജലി പോലുള്ള ഷോകൾ കാണുമ്പം എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടർ ഈ പാട്ടുകളും അതിൻ്റെ പിന്നാമ്പുറങ്ങളും ഇങ്ങനെ തോരാതെ, ഇപ്പം തന്നെ ഈ ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്, തോരാതെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇല്ല. അപ്പൊ അത് എൻ്റെ ഡൗട്ടാണ്, അതൊരു ബൈ ഹാർട്ട് ആണോ അതോ ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്നതാണോ? ഇത് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്മരണാഞ്ജലി 4 സീസൺ പോയല്ലോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റണതല്ല. നമുക്കൊരു 10 മിനിറ്റൊക്കെ എന്തെങ്കിലും സാധനം ഒരു സ്ക്രിപ്റ്റ് പോലൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ബൈഹാർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്താൽ തന്നെ അതിലെവിടെയെങ്കിലും മറന്നു കഴിഞ്ഞാൽ അത് അവിടെ പോവുമല്ലോ. അപ്പോൾ ബൈഹാർട്ട് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. സ്ക്രിപ്റ്റഡ് ആയാലും ഉള്ളൊരു പ്രശ്നം അതാണ്, നമ്മൾ അതേപോലെ പറയാനൊക്കെ ശ്രമിക്കും. അത് ഒരിക്കലും നടക്കില്ല. 4.25 മണിക്കൂറിൻ്റെ ഒരു പ്രോഗ്രാമല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ വായിച്ചിട്ടുള്ള വിവരം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. ഇതൊരു ഗൂഗിൾ കോപ്പി പേസ്റ്റ് നോളജ് അല്ല. അതായത് മേ ബി എൻ്റെ ടീനേജ് മുതൽ ഞാൻ വായിച്ച് കേട്ട അറിവുകളാണ് കൂടുതൽ. ഇപ്പം എനിക്ക് മ്യൂസിക്കിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് വിവരങ്ങളൊന്നുമില്ല. മ്യൂസിക്കിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇപ്പം സംഗീതത്തിൻ്റെ സംഗീതത്തിൻ്റെ എൻസൈക്ലോപീഡിയ എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യും. മലയാള സിനിമാ ഗാനങ്ങളുടെ ചരിത്രത്തിൻ്റെ വേണമെങ്കിൽ എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയാം. അപ്പോൾ അത് വായിച്ച അറിവും വായിച്ചിട്ടുള്ളൊരു വിവരമാണ്. അത് കുറേ നാളായിട്ട് ഇങ്ങനെ കേൾക്കുന്നു. നമ്മൾ മെഡിസിനിൽ പറയല്ല, അതായത് റിമോട്ട് മെമ്മറി, റീസെൻറ്റ് മെമ്മറി, ഇമ്മീഡിയറ്റ് മെമ്മറി. ഇമ്മീഡിയറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ. റീസെൻറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 5-6 മാസത്തിലുള്ള കാര്യങ്ങൾ. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മറക്കുക. റിമോട്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ 3 വയസ്സിൽ ഞാൻ ആരോമലുണ്ണിയിലെ പാട്ട് കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊരു റിമോട്ട് മെമ്മറി എടുക്കുന്നതാണ്. അപ്പോൾ
റിമോട്ട് മെമ്മറി എൻ്റെ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഡോക്ടറാണല്ലോ, ഈ ഡോക്ടേഴ്സിന് മെമ്മറി ഭയങ്കരമായിട്ട് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും. പിന്നെ അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഞാൻ ബോധപൂർവം നടത്തുന്നുണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്മരണാഞ്ജലി നടത്തുമ്പോഴുള്ള ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ പാട്ടിനെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് 3 മിനിറ്റിൽ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ 3 മിനിറ്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ പാട്ട് എങ്ങനെ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ച്. അപ്പോൾ എല്ലാം കൂടെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ചില പാട്ടിന് ഞാൻ ആ മ്യൂസിക് ഡയറക്ടറെ കോൺസെൻട്രേറ്റ് ചെയ്യും, ചില പാട്ടിന് ഞാൻ ലിറിക്കിസ്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, ചില പാട്ടിന് ഞാൻ ചിലപ്പോൾ ആ കോമ്പിനേഷൻ, ഇപ്പോൾ ഭാസ്കരൻ മാസ്റ്റർ, ബാബുക്ക, ആ കോമ്പിനേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യും. ചില പാട്ടിനെ ഞാനിപ്പം ഈ കോമ്പിനേഷനിലെ കുറച്ച് പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ചില പാട്ടുകളുണ്ടാവും. അപ്പം എന്നിട്ട് പറയും ആ പാട്ട് ഇപ്പം എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ്. എന്നാൽ ഇതിലൊരു അണ്ടർ റേറ്റഡ് ജെമ്മുണ്ട്, അധികം ആൾക്കാരും കേൾക്കാത്ത, അധികം ചർച്ച ചെയ്യാത്ത, എന്നാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട്. ഇപ്പം സീസൺ 4 ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പം യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ട് രാഘവ മാഷ് മ്യൂസിക് കൊടുത്തിട്ടുള്ളൊരു പാട്ടുണ്ട്, പാതിരാവും പകൽ വെളിച്ചവും എന്ന് പറഞ്ഞൊരു സിനിമയിൽ. നട്ടു നനക്കാതെ തൊട്ടു തലോടാതെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ജാനകി അമ്മ പാടിയിട്ടുള്ള പാട്ടാണ്. ഭയങ്കര ഒരു സെൻസിറ്റീവ് കോമ്പോസിഷൻ രാഘവ മാഷിൻ്റെ. ജാനകി അമ്മ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് പാടിയിട്ടുള്ളത്. പക്ഷെ അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു പാട്ടാണ്. അങ്ങനെ ഒരു പാട്ട് നമ്മളെ വേദിയിൽ പാടുന്ന പോലും ആൾക്കാർ വിചാരിച്ചില്ല. പക്ഷെ അപ്പം അതിനെ ഞാനൊരു അണ്ടർ റേറ്റഡ് ജെമ്മായിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ മൈത്രിക്കുട്ടിയാണ് അത് പാടിയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങ് പാടി. അത് ആൾക്കാരുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടായി മാറിയെന്നുള്ളതാണ്. അപ്പോൾ 3 മിനിറ്റിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് 3 മിനിറ്റിൽ ഒതുക്കി പറയാന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു ചാലഞ്ച്. മറ്റത് ഇങ്ങനെ പണ്ട് വായിച്ചിട്ടുള്ളൊരു വിവരമാണ്. ഈ പഠനകാലത്ത് സാഹിത്യം, രാഷ്ട്രീയം, സംഗീതം, സിനിമ, അങ്ങനെ സൗഹൃദം, അങ്ങനെ തുടങ്ങിയ അനുഭവങ്ങളിൽ നിന്ന് പുതിയ തലമുറയ്ക്ക് ഡോക്ടറിന് നൽകാൻ പറ്റുന്ന ഉപദേശം എന്താണ്? ഉപദേശിക്കാനൊക്കെ നമുക്ക് അർഹത ഉണ്ടോയെന്നിട്ട് അറിയില്ല. എന്നാലും ശരിക്കും എനിക്ക് പറയാനുള്ളത്, പുതിയ തലമുറയോടുള്ള പറയാനുള്ളത്, അവരുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്, അതിനെ കെടുത്തരുത്. അതായത് പറ്റുമെങ്കിൽ അവരുടെ കരിയർ തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖലയിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, മെഡിക്കൽ പ്രൊഫഷൻ ഇഷ്ടമല്ലാച്ചെങ്കിൽ ഒരിക്കലും ഈ പ്രൊഫഷനിലോട്ട് വരരുത്. ഇറ്റ് വിൽ ബി സോ ഹാർഡ്. കാരണം ഒരു ലോങ് ജേർണിയാണ്. ഒരു 13 വർഷങ്ങളൊക്കെ പഠിക്കുകയും ജോലി ചെയ്യുകയും വായിക്കുകയും പിന്നെയും റിസർച്ച് ചെയ്യുകയും ഇങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഒരു ഡോക്ടർ അതായത് സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഒക്കെ കഴിഞ്ഞ് ഒന്നിരിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടും ഒരു 7-8 വർഷം പോസ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസുകളും കൂടെ വേണം. എങ്കിൽ മാത്രമാണ്, പ്രത്യേകിച്ച് ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും 40 വയസ്സായിട്ടുണ്ടാവും. അപ്പം മെഡിക്കൽ പ്രൊഫഷനിലൊക്കെ ഒരാൾ പോകണമെങ്കിൽ അത്രയും നമുക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ എനി പ്രൊഫഷൻ, നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള പ്രൊഫഷനിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം അതിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അൺഫോർച്ചുനേറ്റ്ലി നമുക്കിപ്പോൾ അത് പറ്റുന്നില്ല, നമുക്ക് ജീവിക്കണമല്ലോ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളിപ്പോൾ നമുക്ക് അത്ര ഇഷ്ടമില്ലാത്ത പ്രൊഫഷനിലോട്ടൊക്കെ നമ്മൾ എത്തിപ്പെടുന്നു, ദാറ്റ്സ് ഫൈൻ. പക്ഷേ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, ഇതുപോലെ പാട്ടായാലും കലയായാലും എന്തായാലും അതിനുള്ള അവസരങ്ങൾ നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. ഒരിക്കലും അത് കെടുത്തിക്കളയരുത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ കാലഘട്ടമാണല്ലോ. ഇന്ന് നമ്മൾക്ക് ഒരു വില്ലുണ്ടെങ്കിൽ, നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൈ ഈസ് ദ ലിമിറ്റ് അല്ലേ. എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ള കാര്യം ഇതാണ്. അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുടെയും പിറകിൽ പോകാൻ വേണ്ട, കാല് പിടിക്കാനും പോകണ്ട, സ്വന്തമായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കുക. ഇപ്പം ചിലർ മ്യൂസിക്കൽ ബാൻഡൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ സ്കൈ ഈസ് ദ ലിമിറ്റ്. വയലാർ, പൂവച്ചൽ ഖാദർ, യൂസഫ് അലി കേച്ചേരി, പിന്നെ അങ്ങനെ തുടങ്ങി ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങിയവരുടെ വരികളിലൂടെ പോവുകയാണെങ്കിൽ അവരുടെ സംഗീതവും കൂടി ഒത്തുചേരുമ്പോൾ ഒരു പ്രത്യേക തരം മാജിക് ഫീലിംഗ് ഉണ്ടാവും. അത് ഡോക്ടറിൻ്റെ കാഴ്ചപ്പാടിൽ അതിനെ എങ്ങനെ
കാണുന്നു? അത് മാജിക്. ഇപ്പം നമ്മൾ വയലാറിൻ്റെ വരികളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വയലാറിൻ്റെ അത്രയും ഗംഭീരമായിട്ടുള്ള വരികൾ, ആ വരികൾക്കാണ് ദേവരാജൻ മാസ്റ്റർ പലപ്പോഴും മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. വയലാറിൻ്റെ വരികൾക്ക് MS വിശ്വനാഥനും മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, ബാബുക്ക മ്യൂസിക് കൊടുത്തിട്ടുണ്ട്, ദക്ഷിണാമൂർത്തി സ്വാമിയൊക്കെ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം ദേവരാജൻ മാസ്റ്റർ ആണല്ലോ. അപ്പോൾ ആ മാജിക് വരുന്നത് ആ ഒരു കെമിസ്ട്രിയാണ്. ആ വരികളുടെ അത്രയും ആശയഗാംഭീര്യമുള്ള വരികളും, ആ വരികൾ ദേവരാജൻ മാസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വാക്കുകളല്ല, ഓരോ വരികളും ഓരോ പദങ്ങൾക്കും അനുസരിച്ച് സംഗീതം കൊടുക്കുന്ന ആളാണ്. അതായത് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം സാഹിത്യത്തെ സ്നേഹിച്ചിരുന്ന ഒരു സംഗീത സംവിധായകൻ ഉണ്ടായിട്ടില്ല ദേവരാജൻ മാസ്റ്റർ. അപ്പോൾ അത് കാരണം കൊണ്ട് വയലാറിൻ്റെ വരികൾ എന്നും അനശ്വരമായിട്ട് നിൽക്കുന്നു. കാരണം അതിന് സംഗീതം കൊടുത്തത് ബഹുഭൂരിപക്ഷം ദേവരാജൻ മാസ്റ്ററാണ്. അപ്പോൾ വയലാറിൻ്റെ വരികൾ ഇൻകമ്പയറബിൾ ആണ്. ഭാസ്കരൻ മാസ്റ്ററെ കുറിച്ച്, ഇപ്പം ഭാസ്കരൻ മാസ്റ്ററുടെ പേര് രശ്മി ഇപ്പോൾ പറഞ്ഞല്ല, പക്ഷെ ഭാസ്കരൻ മാസ്റ്ററെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. അപ്പോൾ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ തന്നെ ഈണങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് രാഘവ മാഷ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ ഏറ്റവും കൂടുതൽ മ്യൂസിക് കൊടുത്തിട്ടുള്ളത് ബാബുക്ക, രാഘവ മാഷ്, ദേവരാജൻ മാസ്റ്ററാണ്. അപ്പോൾ വീണ്ടും ആ വരികൾ, ആ മാജിക്ക് എല്ലാ കാലത്തും നിലനിൽക്കും. യൂസഫ് അലി കേച്ചേരിക്കും ശ്രീകുമാരൻ തമ്പിക്കും ഉണ്ടായിട്ടുള്ളൊരു ഭാഗ്യം, അവരുടെ വരികളെ ദേവരാജൻ മാസ്റ്ററും ബാബുക്കയും മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ശ്യാമും രവീന്ദ്രനും ജോൺസനും ബോംബെ രവി അടക്കം, യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ബോംബെ രവി അടക്കം മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ബോംബെ രവിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ ഒരു നോർത്ത് ഇന്ത്യനാണ്, മറാഠിയോ മറ്റോ ആണ് മാതൃഭാഷ. എന്നിട്ട് മലയാളത്തിൽ വന്നിട്ട് ONVയുടെ വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് ബോംബെ രവി മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അത് ആ കാലഘട്ടം നമ്മൾ 80s കുറിച്ച് പറയുമ്പോൾ അത് പറയാം. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ സംഗീത സംവിധായകർ എന്ന് പറഞ്ഞാൽ ആരാ? ശ്യാം, ജോൺസൺ, രവീന്ദ്രൻ. അവർ പോലും മനോഹരമായ ഈണങ്ങൾ ഇട്ടിട്ട് ബിച്ചു തിരുമലയുടെ അടുത്തും പൂവച്ചൽ ഖാദറിൻ്റെ അടുത്തും ONVയുടെ അടുത്ത് പോലും വരികൾ എഴുതാൻ പറയുന്ന ആ ഒരു കാലത്താണ് ബോംബെ രവി വന്നിട്ട് ONVയുടെ വരികളുടെ അർത്ഥം ഒന്നുകിൽ ONVയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഡയറക്ടർ ഹരിഹരൻ്റെ അടുത്തുനിന്നോ മനസ്സിലാക്കിയിട്ട് അതെടുത്തിട്ട് ഹാർമോണിയം എടുത്ത് മീട്ടുന്ന സാഗരങ്ങളെ പാടി ഉണർത്തിയ സമഗീതമേ, ആ രാത്രി മാഞ്ഞു പോയി, ആ രക്തശോഭമാം. അപ്പോൾ ബോംബെ രവി ഒരു അൺബിലീവബിളാണ്. അതൊരു യക്ഷിക്കഥ പോലല്ലേ, ഒരു അന്യഭാഷാ സംഗീത സംവിധായകൻ മലയാളത്തിൽ വന്നിട്ട് മലയാളം പാട്ടുകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് സംഗീതം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഭാഗ്യം ONVക്കും യൂസഫ് അലി കേച്ചേരിക്കും 80s കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഗാനരചയിതാക്കളുടെ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടുണ്ടായ ഒരു കെമിസ്ട്രി തന്നെയാണ്. അത് വെച്ച് നോക്കുമ്പോൾ കൈതപ്രത്തിനും ഗിരീഷ് പുത്തഞ്ചേരി, ദേ ആർ അൺബിലീവബിൾ റൈറ്റേഴ്സ്. അത്രയും കഴിവുള്ള റൈറ്റേഴ്സാണ്. പക്ഷേ അവർക്ക് ആ ഭാഗ്യം അത്രയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാബുക്ക മ്യൂസിക് കൊടുക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. അതൊരു ഒരു സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി കുറച്ച് വൈകി വന്ന ഒരു ഗ്രേറ്റ് ലിറിക്കിസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ മാജിക്ക് പുള്ളിക്ക് കുറച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ട് പോലും അത്രയും ഗ്രേറ്റ് സോങ്സ്, കന്മതത്തിലെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂവന്തി താഴ്വരയിൽ വെന്തുരുകും വെൺസൂര്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് എനിക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. അതായത് ഗിരീഷ് പുത്തഞ്ചേരി അത് രവീന്ദ്രൻ മാസ്റ്റർ മ്യൂസിക് ഇട്ടിട്ട് എഴുതിയതായിരിക്കുന്നു. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് എഴുതിയിട്ടുണ്ട്. അതേ സിനിമയിൽ തന്നെ പിന്നെ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടോ, പിന്നെ അരയന്നങ്ങളുടെ വീട്ടിൽ ഒരു പാട്ടുണ്ട്, വീണ്ടും രവീന്ദ്ര മാസ്റ്റർ തന്നെയാണ് അതിൻ്റെ മ്യൂസിക്. മനസ്സിൻ മണിച്ചിമിഴിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പം ഡിസ്പൈറ്റ്, അതായത് മ്യൂസിക് ഡയറക്ടേഴ്സ് ആദ്യം ഈണം ഇട്ടിട്ട് വരികൾ എഴുതാൻ പറഞ്ഞിട്ടും ഗിരീഷ് പുത്തഞ്ചേരി അത്രയും അൺബിലീവബിൾ സോങ്സ് തന്നിട്ടുണ്ട്. പക്ഷെ നേരെ മറിച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും വരികൾ എഴുതാൻ ആദ്യം അവസരം കൊടുക്കുകയായിരുന്നു വെച്ചാൽ ഇതിനേക്കാളും വലിയ പാട്ടുകൾ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ മാജിക് ഈസ് ബേസിക്കലി ആ ഗാനരചയിതാവും സംഗീത സംവിധായകനും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിനെയും ഞാൻ അങ്ങനെ തള്ളിപ്പറയുന്നൊന്നുമില്ല കേട്ടോ. അപ്പം
ജോൺസൺ മാഷ് ഇപ്പം 1983 കൂടെവിടെ, അതാണ് ജോൺസൺ മാഷ് ആസ് എ മ്യൂസിക് ഡയറക്ടർ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൻ്റെ മുമ്പും ഭരതന് ഭയങ്കര ഇഷ്ടമുള്ള മ്യൂസിക് ഡയറക്ടറാണ് ജോൺസൺ. അപ്പോൾ പക്ഷെ കൂടുതലും പശ്ചാത്തല സംഗീതത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ മുമ്പ് ജോൺസനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ ചാമരം എന്ന് പറഞ്ഞ സിനിമയുടെ ഒക്കെ പശ്ചാത്തല സംഗീതം ജോൺസനാണ്. പക്ഷെ അതിലെ പാട്ട് നാദാ നീ വരും കാലൊച്ച കേൾക്കുവാൻ, അത് പൂവച്ചൽ ഖാദർ എഴുതിയിട്ട് MG രാധാകൃഷ്ണൻ മ്യൂസിക് കൊടുത്തിട്ടുള്ള പാട്ടാണ് ഈ ചാമരത്തിലെ പാട്ട്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോൺസൺ മാഷാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അന്നേ ജോൺസൺ മാഷ് അത് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ 82 തോന്നുന്നു പാളങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഭരതൻ ആദ്യമായിട്ട് ജോൺസനെ കൊണ്ട് BGM മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല, പാട്ടിൻ്റെ മ്യൂസിക്കും കൊടുക്കുന്നത്. അങ്ങനെയാണ് ഏതോ ജന്മകൽപ്പനയിൽ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. വീണ്ടും പൂവച്ചൽ ഖാദർ ജോൺസൺ കൂട്ടുകെട്ടാണ്. അപ്പോൾ ജോൺസൺ മ്യൂസിക് ഇട്ടിട്ടാണ് പൂവച്ചൽ ഖാദർ വരികൾ എഴുതിയത്. പക്ഷേ ഇറ്റ് വാസ് സ്റ്റിൽ വെരി ബ്യൂട്ടിഫുൾ സോങ്. പിന്നെ 83 കൂടെവിടെ എന്ന് പറഞ്ഞ സിനിമ പത്മരാജൻ്റെ സിനിമയാണ്. അപ്പോൾ അതിൽ പത്മരാജൻ ONVനെ വരികൾ എഴുതാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പോൾ ONVയും ജോൺസണും പത്മരാജനും കൂടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ONV സിറ്റുവേഷൻ ചോദിച്ചു പത്മരാജൻ്റെ അടുത്ത്. എന്നിട്ട് പുള്ളി എഴുതാൻ വേണ്ടി ഇരുന്ന് തുടങ്ങിയപ്പോൾ ജോൺസൺ പറഞ്ഞു, മാഷ് എഴുതാൻ വരട്ടെ, ഈ ട്യൂണൊന്ന് കേട്ട് നോക്കുന്നത്. അപ്പോൾ ONV പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമതും ജോൺസൺ ഒന്നും നിർബന്ധിച്ചു. അപ്പോൾ ONV എഴുന്നേറ്റ് പോകാൻ വേണ്ടി എനിക്ക് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് മ്യൂസിക് ഇട്ടിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ. പക്ഷേ പത്മരാജനൊക്കെ കൂടെ സ്നേഹപൂർവ്വം നിർബന്ധിച്ച് അങ്ങനെ ONV അവിടെ ഇരുന്നു. അങ്ങനെ ജോൺസൺ കേൾപ്പിച്ച ട്യൂണുകളാണ് ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ പൊന്നുരുകും പൂക്കാലം എന്ന് പറഞ്ഞ രണ്ട് എവർ ലാസ്റ്റിംഗ് ബ്യൂട്ടിഫുൾ സോങ്സ് അല്ലേ. ശ്യാമഗീതങ്ങൾ എന്താ, അത് കംപ്ലീറ്റ് മ്യൂസിക് ഇട്ടിട്ട് പാട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അതിൽ തൃഷ്ണയിലെ പാട്ടുകൾ ഞാൻ പറയണം ചെയ്യും. ഇപ്പം ഞാൻ 60s-ലെയും 70s-ലെയും കുറിച്ച് സംസാരിച്ചു, ഗോൾഡൻ പീരിയഡ്. പിന്നെ 80s മുതൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 1980 മുതൽ കഴിഞ്ഞ 46 വർഷത്തിലെ ഏറ്റവും മികച്ച 10 പാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിൽ 2 തൃഷ്ണയിലെ പാട്ടുകളാണെന്ന് ഞാൻ പറയും. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളിൽ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പാട്ട് എടുക്കാൻ പറഞ്ഞാൽ രശ്മിക്ക് പറ്റുമോ? രണ്ടും ഈക്വലി ഗുഡാണ് അല്ലേ, അത്രയും സൂപ്പർ സോങ്. ഇത് രണ്ടും ജാനകി അമ്മയും പാടിയിട്ടുണ്ട്, ദാസേട്ടനും പാടിയിട്ടുണ്ട്. അപ്പം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 പാട്ടുകൾ, അതും മ്യൂസിക് ഇട്ടിട്ടാണ് ബിച്ചു തിരുമല അതിന് വരികൾ എഴുതിയിട്ടുള്ളത്. ശ്യാമഗീതങ്ങൾ എന്ന് പറഞ്ഞാൽ അത് തന്നെ. ഇപ്പം 1982 കുയിലിനെ തേടി എന്ന് പറഞ്ഞൊരു സിനിമയിൽ സിന്ദൂരത്തിലകവുമായി പുള്ളിക്കുയിലെ പോരു നീ, എന്തൊരു ഹിറ്റ് സോങ് ആയിരുന്നത്, ബ്ലോക്ക് ബസ്റ്റർ സോങ് ആണ്. അതും മ്യൂസിക് ഇട്ടിട്ട് വരികൾ എഴുതുന്ന അതിൻ്റെ ഒരു പ്രശ്നം അതിനുണ്ട്. കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ. ചുനക്കര രാമൻകുട്ടിയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. മ്യൂസിക് ആദ്യം ഉണ്ടാക്കി, അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും വരികൾ എഴുതാന്നുള്ളതാണ്. അപ്പോൾ ബിച്ചു തിരുമല, പൂവച്ചൽ ഖാദർ, കൈതപ്രം, ഗിരീഷ് പുത്തഞ്ചേരി ഇവരൊക്കെ ഗ്രേറ്റ് ലിറിക്കിസ്റ്റുകളാണ്. പക്ഷെ അവർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല പലപ്പോഴും. അതായത് മ്യൂസിക്കിനനുസരിച്ച് വരികൾ എഴുതേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ്. നേരെ മറിച്ച് അവർ 60s-ലും 70s-ലും ദേവരാജൻ മാസ്റ്ററുടെയും ബാബുക്കയുടെയും കൂടെ ആയിരുന്നുവെങ്കിൽ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ 80s-ൽ ഞാൻ ഇപ്പം ശ്യാം, ജോൺസൺ, രവീന്ദ്രൻ അവർ അത്രയും ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ ഒരു പൊടി മുകളിൽ ലിറിക്കിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമല്ല, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇല്ല. മ്യൂസിക്കിനനുസരിച്ച് വരികൾ എഴുതണല്ലോ. നേരെ മറിച്ച് മ്യൂസീഷ്യൻസിന് അത്രയും സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ ഇതാണ് 60s 70s-ലെ ഗോൾഡൻ പീരിയഡും 80s-ലെ പീരിയഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. പക്ഷെ സ്റ്റിൽ 80s-ൽ ഗ്രേറ്റ് സോങ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രയും ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സും ലിറിക്കിസ്റ്റും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ. അതിൻ്റെ കൂടെ ബോംബെ രവിയും വന്ന് പാട്ടുകൾ